മറ്റ് ഭാഷകളിലെ നായികമാർ രംഗം കൈയടക്കി നിൽക്കുന്ന കാലത്താണ് സീമ മലയാള സിനിമയുടെ തിരുമുറ്റത്തെത്തിയത്. തുടക്കം IV ശശിയുടെ അവളുടെ രാവുകളിലൂടെയായിരുന്നു. പിന്നീട് ബോൾഡായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് സീമ മുൻനിരയിലെത്തി. ഇന്ന് TV പരമ്പരകളിലൂടെ മലയാളികളുടെ വീട്ടിൽ ഒരംഗം എന്ന സ്ഥാനം സീമ സ്ഥാപിച്ചിരിക്കുന്നു. വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മലയാളിയുടെ മനസ്സിൽ കുടിയേറിയ നടിയാണ് സീമ. സീമ ചേച്ചിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം ചേച്ചി. ഇപ്പോൾ അധികം TV പരമ്പരകളിലാണ്. ഒരു നടി എന്ന നിലയ്ക്ക് ഈ രണ്ട് മീഡിയംസ് ഉണ്ടല്ലോ, സിനിമയിൽ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അതിനുശേഷം ഇപ്പോൾ TV പരമ്പരകളിലും അഭിനയിക്കുന്നുണ്ട്. ഈ രണ്ട് മീഡിയംസിൻ്റെ വ്യത്യസ്തത എന്താണ്, ഒരു ഡിഫറൻസ്? വ്യത്യസ്തത വെച്ചാൽ അങ്ങനെ വലുതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. ബിക്കോസ് സിനിമ ആകുമ്പം ആൾക്കാർ അങ്ങോട്ട് ചെന്ന് കാണും, TV ആകുമ്പം ജനങ്ങൾ വീട്ടിൻ്റെ ഉള്ളിലിരുന്ന് എൻ്റെ കളി, ഇത്രയേ ഉള്ളൂ. പിന്നെ അഭിനയിക്കാനുള്ള ഒരു ഇതും ഒന്നും വ്യത്യാസമൊന്നുമില്ല. അഭിനയം എവിടെ പോയാലും, ചെറിയ സ്ക്രീൻ ആയാലും വലിയ സ്ക്രീൻ ആയാലും അഭിനയം ഒന്ന് തന്നെയാണ്. അത് ഒരു മാറ്റമൊന്നുമില്ല. അതിന്റെ ഒരു റിസപ്ഷനിൽ എന്തെങ്കിലും വ്യത്യസ്തത ഡെഫിനറ്റായിട്ടും സിനിമയിൽ ഞാൻ പറയട്ടെ, അവളുടെ രാവുകൾ എന്ന് പറഞ്ഞ പടം അഭിനയിച്ചപ്പം സകലവരും ഈ TV വരുന്നതിന് മുമ്പ് അവളുടെ രാവുകൾ തന്നെ വിളിക്കുള്ളൂ. അതെന്തിനാന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മുഹൂർത്തം എന്ന് പറഞ്ഞ സീരിയൽ കണ്ടതിന് ശേഷം എല്ലാവരും വിളിക്കുന്നത് ജഡ്ജമ്മ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ സൂസൻ ഫെർണാണ്ടസ്. എൻ്റെ പേര് തന്നെ മാറിപ്പോയി. ഞാൻ ആലോചിച്ചു, സൂസൻ ഫെർണാണ്ടസ്, സൂസൻ എന്ന് പറഞ്ഞ് അങ്ങ് കെട്ടിപ്പിടിക്കും. അപ്പം അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അങ്ങ് സന്തോഷമാണ്. ചില നമ്മൾ ഓരോരുത്തരും അവരെ വീട്ടിൽ കയറി റീച്ച് ആവുകയാണ്. ഇതാണ് അതിൻ്റെ വ്യത്യസ്തത. പടം കാണുമ്പം തിയേറ്ററിൽ ഇവർ കയറി ഇവരെല്ലാവരും കുടുംബത്തോടെ പോകണം, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ. ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഉള്ള ഒരു സംതൃപ്തി TV സീരിയൽസിന് അഭിനയിക്കുമ്പോൾ കിട്ടിയിട്ടുണ്ടോ ചേച്ചിക്ക്? നിങ്ങൾ കുഴക്കുന്ന ചോദ്യം ഒന്നും ചോദിച്ചോ കുഴപ്പമാവില്ലേ? അങ്ങനെയൊന്നും ഞാൻ ചേച്ചി വളരെ ഫ്രാങ്ക് ആണെന്ന് മാത്രമേ എനിക്കറിയാം. ഫ്രാങ്ക് ആയിട്ട് ആൻസർ പറയില്ല. ചാപ്പാടിപ്പം TV തരുന്നത്, വല്ല കുഴപ്പിക്കല്ലേ? അത് ശരി. ഓക്കെ. അപ്പോൾ ഈ TV സീരിയൽസ്, മലയാള TV സീരിയൽസിൽ അഭിനയിക്കണമെങ്കിൽ കേരളത്തിൽ പോയിട്ട് തന്നെ നമുക്ക് അഭിനയിക്കേണ്ടി വരും. അതെ. അപ്പോൾ ഈ കുടുംബത്തെ വിട്ടിട്ട് കുറേ ദിവസം നമ്മളെ വിട്ടിട്ട് അങ്ങോട്ട് പോകണ്ടേ? അല്ല, അങ്ങനെ വ്യത്യാസം തോന്നിയില്ല എനിക്ക്. ബിക്കോസ് അവിടെ ഒരു 10 days 15 days ആണ്. അപ്പം നമ്മൾ അവിടെ ഇവിടെ, പിന്നെ മോൻ വലുതായി, മോള് വിദേശത്താണ് പഠിക്കാൻ പോയിരിക്കുന്നത്. അപ്പം വീട്ടിലങ്ങനെ ആരുമില്ല, ശശേട്ടനും ബിസിയാണ്. അപ്പം മോൻ അങ്ങനെ ഹോളിഡേയ്സിൽ ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ അവൻ അങ്ങനെ വലിയ പയ്യനായി, ചെറിയ കുട്ടികളല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു മോൻ 10 വയസ്സാവുന്നവരെ ഞാൻ വെളിയിൽ പോയിട്ടില്ല. മോൻ്റെ 10 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അഭിനയിക്കാൻ തന്നെ സമ്മതിച്ചത് മൂവിയിൽ. അതാണ് ഒളിമ്പ്യൻ ആന്റണി. പക്ഷെ മോള് ചെറിയ കുട്ടി തൊട്ട് അമ്മേൻ്റെ അടുത്തായിരുന്നു. അപ്പം ആ ഒരു വ്യത്യാസം എനിക്ക് അറിഞ്ഞില്ല. അപ്പം മോൻ വലുതായപ്പം 10 വയസ്സൊക്കെ ആയപ്പം അവൻ്റെ അടുത്ത് ചോദിച്ചു, മോനെ അമ്മ അഭിനയിക്കാൻ പോട്ടെ? അപ്പോൾ എന്നെ അങ്ങനെ നോക്കി എന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, അവന് അത്രേ അറിയുള്ളൂ. പിന്നെ ഇപ്പം അവൻ യൂസ്ഡായി. ഓക്കെ, ശരി. ഇപ്പം ചേച്ചി ഒരുപാട് രാഷ്ട്രീയത്തിൻ്റെ ഒരു ബാക്ക്ഡ്രോപ്പിൽ കുറേ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നന്നായി. എപ്പോഴും ഒരു പ്രാവശ്യം കൂടി ചേച്ചിക്ക് തോന്നിയിട്ടില്ലേ രാഷ്ട്രീയത്തിൽ ഒന്ന്? അതിന്റെ ABCD അറിഞ്ഞല്ലേ അതിൽ കയറാൻ പറ്റുള്ളൂ. അത് പറഞ്ഞല്ലോ ഫ്രാങ്ക് ആയിട്ട്. അങ്ങനെ അത് ദാമോദരമാഷ് എഴുതി തരുന്നു, അങ്ങനെ പറയുന്നു, അങ്ങനെ എഴുതുമ്പോൾ നമ്മൾ പറയുന്നു. അത്രേ ഒരു വലിയ ഗംഭീരത്തിൽ IAS ഓഫീസറെ കുറിച്ച് ഒന്നും അറിയില്ല. കളക്ടർ മാതിരിയൊക്കെ അഭിനയിച്ചില്ലേ? സോ സോറി, അതിന്റെ ABCD പോലും അറിയില്ല. പലതും പല വാക്കുകളും അപ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഓഹോ ഇതാണ് അതിന്റെ മീനിങ്, അല്ലാതെ നമുക്കറിയില്ല. വാസ്തവത്തിൽ മലയാളിയാണോ? പച്ച മലയാളി. ജനിച്ചു വളർന്നൊക്കെ ചെന്നൈയിലാണ്. ഓഹോ. വീട്ടിലൊക്കെ മലയാളം സംസാരിക്കുമായിരുന്നു? അല്ല, കുറെ ശശിയേട്ടൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് മലയാളം. എൻ്റെ അമ്മ മലയാളി വന്നാൽ തമിഴ് പറയും, തമിഴർ വന്നാൽ മലയാളം പറയും. അങ്ങനെയാണ്. ശരി. ഇപ്പോൾ കുറേ ആർട്ടിസ്റ്റ്, ലേഡി ആർട്ടിസ്റ്റ് എടുത്താൽ ബിസിനസ്സുമായിട്ട് കുറേ ഇത് ചെയ്തിട്ടുണ്ട്. ദേ ഹാവ് ട്രൈഡ് ദെയർ ഹാൻഡ്സ് ഇൻ ബിസിനസ്. അതുമാതിരി ചേച്ചിയും ചെയ്തിട്ടുണ്ട്. ഒരു ഔട്ട്ഡോർ യൂണിറ്റ് വെച്ചിട്ട് ഔട്ട്ഡോർ യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു.
പിന്നെ ഒരു എഡിറ്റിംഗ് സൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് ശരിയായില്ല വെച്ചാൽ അതിന് നോക്കാൻ ആളില്ല. പക്ഷെ യൂണിറ്റ് നോക്കി ഞാൻ 10 years ഞാനാ നോക്കി. 10 വർഷം ഇങ്ങനെ നോക്കിയപ്പം എന്നെ ഇങ്ങനെ ആദ്യം വിളിക്കുന്ന ബാലചന്ദ്ര സാറാണ് അഭിനയിക്കാൻ. ഈ ഒളിമ്പ്യൻ ആന്റണി മുമ്പ് ബാലചന്ദ്ര സാറാണ് അഭിനയിക്കാൻ വിളിക്കുന്നത്. അപ്പോൾ അഭിനയിക്കാൻ 2 ദിവസം പ്രേമി എന്ന് പറഞ്ഞ ഒരു ഇതിന് പോയി. 2 ദിവസം പോയപ്പോൾ ഒറ്റ ദിവസമേ പോയിട്ടുള്ളൂ. ഒറ്റ ദിവസം പോയപ്പം 100,000 ഫോൺ കോൾസ്. ഇങ്ങനെ ലൈറ്റ് എവിടെ പോകണം, ക്യാമറ എവിടെ പോകണം, അതാണ് ഇതാണ്, ആരെ കൊണ്ടുപോയി, ഇങ്ങനെ ഒരുപാട്. അപ്പം ഞാൻ പറഞ്ഞു, സാർ എനിക്ക് ரொம்ப ഡിസ്റ്റർബൻസ് ആർക്ക്, എന്നെ വിട്ടിടുന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം അനന്ത് സാർ മരിച്ചു പുള്ളിയുടെ. അപ്പം മൺഡേ ഞാൻ പറഞ്ഞു, സാർ ഞാൻ വരുന്നില്ല, എനിക്ക് പറ്റുന്നില്ല, എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ബാലചന്ദ്രൻ സാർ ചോദിച്ചു, എന്നാ അനന്ത് സാർ പോണ ഷോക്കോട് നീ പെരിയ ഷോക്കാ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല, എനിക്ക് കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് യൂണിറ്റും ഉണ്ട്, അഭിനയിക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കുന്നില്ല. ശരി, ഇഷ്ടമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാറി, ബിക്കോസ് എനിക്ക് അങ്ങനെ പറ്റുന്നില്ല. യൂണിറ്റ് ഞാൻ കൊടുത്തതിന് ശേഷമാണ് എനിക്ക് അഭിനയിക്കാൻ ഒരു ഫ്രീ ആയത്. ഞാൻ അതുവരെ എനിക്ക് അഭിനയിക്കാൻ തോന്നിയിട്ടില്ല. ഏത് ബിസിനസ് ആണെങ്കിലും പിന്നെ സൂട്ട് നല്ല എഡിറ്റ് സൂട്ട് എന്നുള്ളത് എനിക്ക് അറിയാത്തൊരു സംഭവമാണ്. ശശിയുടെ വേണം നോക്കാൻ. ശശിയുടെ ഇതിട്ടിട്ട് സ്ഥലം വിടും. അപ്പം അത് നോക്കാൻ ആളില്ലാതെ എനിക്ക് നോക്കാൻ പറ്റൂല. അങ്ങനെ ഇതായതാണ്. ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകർ തങ്ങളുടെ മക്കളെ ഇതേ രംഗത്ത് ഇൻവോൾവ് ചെയ്യാനുള്ള അധികം താല്പര്യം കാണിക്കാറില്ല. പക്ഷെ സീമ ചേച്ചിയുടെ മകൾ അനുവിനെ ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു. അല്ല, എനിക്ക് അങ്ങനെ പറയാക്കില്ല. ബിക്കോസ് എൻ്റെ ചോറ് എന്നുള്ളത് സിനിമയാണ്. എൻ്റെ മക്കളെ പഠിപ്പിച്ചതും ഇന്ന് ജീവിക്കുന്ന എല്ലാ സിനിമയാണ്. അതിനെനിക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഈ 10th പഠിക്കുമ്പോൾ മോക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അഭിനയിക്കണം എന്നുള്ളത്. അവളിങ്ങനെ വളർന്നു തന്നെ ഇങ്ങനെ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടാണ് വെച്ചാൽ. ബിക്കോസ് ഞാൻ പോകുന്ന സ്ഥലങ്ങളൊക്കെ മോള് വരും. അപ്പൊ അങ്ങനെ അവർക്ക് ഒരു വലിയ 10th ആയപ്പം എനിക്ക് തോന്നുന്നു RP ചൗധരിയാ അവര് ഓഫീസിൽ നിന്ന് എന്തോ വന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ ഇവക്ക് ദേഷ്യം പിടിച്ചു. അന്ന് പറഞ്ഞു, അമ്മ എന്താ എന്നേക്ക് വരുന്നതൊക്കെ, അമ്മ ഇതെന്തിനാ ഇതാക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ല മോളെ, എനിക്ക് 12th പഠിച്ചേ പറ്റൂ. 12ാം ക്ലാസ്സിൽ കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഏത് വയസ്സായാലും പഠിക്കാൻ പറ്റും. അതൊരു ബേസ് ആണ്. അതിന് നീ സ്ട്രിക്റ്റ് ആയിട്ടിരുന്നാലേ എനിക്ക് നിനക്ക് അഭിനയിക്കാൻ ഒക്കുള്ളൂ എന്ന് പറഞ്ഞു അമ്മ. അപ്പൊ അങ്ങനെ 10th പഠിക്കുമ്പം അവള് ഭയങ്കര ഒരു മൂഡ് ഔട്ട് ആയിരുന്നു. വെച്ചാൽ എല്ലാം എന്നെക്കാളും ജോലിസൊക്കെ പോയി നോക്കും, ഞാൻ ഹീറോയിനായിട്ട് വരുമോ എന്നൊക്കെ. അപ്പൊ അവര് പറയും, നമ്മളെ അതിന്റെ ഇതില്ലല്ലോ. പക്ഷെ ഭയങ്കര മോളെ എന്താ വെച്ചാൽ മോളെ അങ്ങനെ വിഷമിപ്പിക്കാനൊന്നും എനിക്ക് ഒക്കൂല. ബിക്കോസ് എനിക്ക് ഭയങ്കര ജീവനല്ലേ. അപ്പം മോള് 10th കഴിഞ്ഞപ്പോൾ 11th ആയപ്പം അവൾക്ക് ഇങ്ങനെ സ്റ്റഡിയോട് ഭയങ്കര താല്പര്യം തോന്നി. 12th കഴിഞ്ഞപ്പം അവള് പിന്നെ കോളേജിൽ പോകണം. ഈ അഭിനയം എന്നുള്ള ഈ ടോപ്പിക്കേ വരൂല, എടുക്കുകയില്ല. എനിക്ക് അവള് തന്നെ ഇങ്ങനെ പഠിക്കാൻ വലിയ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ക്ലാസ്സിലൊക്കെ നല്ല മാർക്സും അത് ഇത് വാങ്ങിച്ചപ്പം അടുത്ത കോളേജ് എന്നുള്ള സ്റ്റെല്ല മെരീസ് ആണ് എൻ്റെത്. എന്നുവെച്ചാല് ഈ ചുമ്മാ പോകുമ്പോഴെങ്കിലും ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകും ഞാൻ. രാധാകൃഷ്ണൻ റോഡിൽ പോകുമ്പോ ഇങ്ങനെ നോക്കിപ്പോ എനിക്ക് ഈ കുതിരക്ക് കടിവാളം കെട്ടിയതുപോലെ ഈ സ്റ്റെല്ല മെരീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇവളാണെങ്കിൽ വെത്രാജിൽ കൊടുക്കുന്നു, വേറെ എവിടെ വൈഷ്ണവിയിൽ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, എവിടെയില്ല മോളെ, അവിടെ തന്നെ പോണ്ടേ. ഞാൻ അമ്മ അവിടെ എങ്ങനെ ചേർക്കും? ഞാൻ പറഞ്ഞു, അവിടെ ഞാൻ തന്നെ ചേർക്കും. ഭയങ്കര ഒരു വാശി പോലെ എനിക്ക്. ചില കൊച്ചിലേ തൊട്ട് ആ ഇതിൽ നോക്കുമ്പോൾ ഈ കോളേജിൽ വേണം, എനിക്ക് പഠിക്കാൻ പറ്റില്ല, എൻ്റെ മോളെങ്കിലും അവിടെ പഠിക്കണം എന്ന് പറഞ്ഞ ആ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എൻ്റെ ദൈവാദിനം കൊണ്ട് ഞാൻ ഉള്ളിൽ കയറി അവിടെ. എനിക്ക് ഹെൽപ്പ് ചെയ്തത് ചിത്ര കൃഷ്ണമൂർത്തി എന്ന് പറഞ്ഞ ഒരു പ്രൊഫസറാണ്. അപ്പം ഉള്ളിൽ കയറിയപ്പം അന്നാണ് സിനിമയോടുള്ള ബഹുമാനം എനിക്ക് തോന്നിയത്. വെച്ചാല് സിനിമ എന്നുള്ളത് എത്ര മാത്രം റീച്ച് ആവുന്നു എന്നുള്ളതിൻ്റെ ഒരു സാമ്പിൾ ആയിരുന്നു അവിടെ, എക്സാമ്പിൾ ആയിരുന്നു. ബിക്കോസ് ആ ഒരു വെൽക്കം ആയിരുന്നു അവിടെ ഉള്ളിൽ പോയപ്പോൾ. ശരിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പം എൻ്റെ അടുത്ത് പ്രിൻസിപ്പൽ ചോദിച്ചു, മോക്ക് സീറ്റ് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും സീമ? ഞാൻ പറഞ്ഞു, ആ പുല്ലിലിരുന്ന് കൊടിയും പിടിച്ചിരിക്കും. സോ ഭയങ്കര സന്തോഷം. അന്നമ്മ ഫിലിപ്പ് എന്ന് പറഞ്ഞു നല്ല പ്രിൻസിപ്പൽ ആയിരുന്നു അവര്. അപ്പം ഞാൻ പറഞ്ഞു, അവിടെ ഇരുന്ന് കൊടി പിടിച്ചോണ്ടിരിക്കുക, എൻ്റെ മോക്ക് ഇവിടെ തന്നെ വേണം, ഞാൻ ഈ കുതിരയൊക്കെ കടിവളം കെട്ടിയത് പോലെയാണ്, ഞാൻ ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര ചിരി അവര്. അപ്പം ആ
സ്റ്റെല്ലയിൽ ഉള്ളിൽ കയറാൻ എനിക്ക് ഭയങ്കര എന്തൊക്കെയോ ഇമാജിനേഷനാണ്. ഞാൻ എങ്ങനെ കയറും, ഉള്ളിൽ കയറിയപ്പോൾ ഞാൻ എങ്ങനെ പിച്ച് നോക്കുന്നു, ഞാൻ ഉള്ളിൽ കയറിയോ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ത്രില്ലായിരുന്നു. അപ്പം മോള് അങ്ങ് പഠിച്ചപ്പം ഈ 2 പടം അഭിനയിച്ചവള്, ഒന്ന് തമിഴ് ഒന്ന് മലയാളം. ഈ 2 പടം എൻ്റെ നോളേജിലല്ല. ഞാൻ 2 പടത്തിനും ഔട്ട്ഡോറിലായിരുന്നു. അപ്പോൾ അവള് പറഞ്ഞു, അമ്മ എന്നെ അഭിനയിക്കാൻ വിളിക്കുന്നു. അപ്പം ശശിധരൻ പറഞ്ഞു അവളുടെ താല്പര്യമല്ലേ. ഞാൻ പറഞ്ഞു അപ്പനുണ്ടെങ്കിൽ കൂടെ, പക്ഷെ IV ശശി എന്നുള്ള ഡയറക്ടറിനെ എടുത്ത് കളയാ, അച്ഛനാണ്, നിങ്ങൾ വേണം കൂടെ പോവാൻ, അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാന്ന് പറഞ്ഞു. ആ മനുഷ്യനാണ് മോളുടെ കൂടെ പോയത്. അപ്പം അങ്ങനെ അത് എനിക്ക് ഒരു പ്രശ്നമില്ല. ചില അച്ഛൻ കൂടെ ഉണ്ട്, എനിക്കെന്ത് പ്രശ്നം, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ 2 പടം കഴിഞ്ഞപ്പോ അവള് മലയാളം കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു മനസ്സിലായി അവൾക്ക്. അല്ലല്ല, അവള് ഇല്ലെങ്കിലും അത്ര ഒരു എനിക്ക് ഭയങ്കര പഠിത്തത്തിനോടുള്ള ഒരു ഇത്. അപ്പോഴത്തേക്കും her mind went into വെരി ഗുഡ്. പോയി MBA എടുക്കാൻ പോയി പഠിക്കുന്നു. എന്റെ ആഗ്രഹം സഹിച്ചു. അതുപോലെ മോനെ പണ്ട് മോന്റെ അടുത്തും പറഞ്ഞു ആദ്യം പഠിത്തം, പിന്നീട് അവനും ആഗ്രഹമുണ്ടോ? അവൻ എന്തൊക്കെയുണ്ട്, അവൻ ഇപ്പോഴേ കഥയൊക്കെ എഴുതിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു എന്തുവാടേ, അവൻ അമ്മ സ്റ്റോറി നൈറ്റൊക്കെ ഇരുന്ന് എഴുതിക്കൊണ്ട്. അവന് സൂപ്പർ, അപ്പനൊക്കെ കറക്റ്റായിട്ട് ജനിച്ചിരിക്കുന്നു. അങ്ങനെയാണ്. ഇപ്പൊ ഈ ഒരു 2 ജനറേഷൻ ഹീറോസിനെ കണ്ടിട്ടുണ്ടല്ലോ. ജയനുമായിട്ടും അഭിനയിച്ചിട്ടുണ്ട്, പിന്നെ നസീർ സാറുമായിട്ടും അഭിനയിച്ചിട്ടുണ്ട്. ദെൻ അഗെയിൻ മമ്മൂട്ടി ആൻഡ് മോഹൻലാൽ ആൻഡ് അഗെയിൻ ദി യങ്ങർ ജനറേഷൻ. ഇത്രയും ഹീറോസിനോടൊപ്പം അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ ആരാണ്? ഇത് എന്തിനാണ് ആവശ്യമില്ല, എല്ലാവരും ഇഷ്ടമാണ്, പോരെ. ശരി, ഞങ്ങളുടെ ഒരു ചെറിയ ഒരു റാപ്പിഡ് ഫയർ റൗണ്ട് മാതിരി ഒരു റൗണ്ട് ഉണ്ട്. ഞാനൊരു ആളിന്റെ പേര് പറയും, അതില് ചേച്ചിക്ക് ഉടനെ തോന്നുന്ന റിയാക്ഷൻ എന്താണ്? ഒറ്റ വാക്കില്, പറ്റിയാലും ഒറ്റ വാക്കില്, അല്ലെങ്കിൽ 2 വാക്കില് പറയാൻ പറ്റുമോ എന്ന് നോക്കിക്കോളൂ. ഓക്കെ? ശ്രീദേവി. അയ്യോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഷീലാമ്മ. ഷീലാമ്മനെ ഇഷ്ടമാണ്. ശാരദാമ്മ. റിയാക്ഷൻ എന്താണ്? എന്താണ് അവരോട് തോന്നുന്നത്? ബ്യൂട്ടിഫുൾ ഓർ ടാലന്റഡ് അങ്ങനെ ഉണ്ടാവില്ലേ? അവരെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ. ശാരദാമ്മയൊക്കെ ഭയങ്കര ബഹുമാനമാണ്, വളരെ ഒരു ഭയങ്കര റെസ്പെക്റ്റ് ആണ്. ശ്രീവിദ്യ. വിദ്യേച്ചി ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ആസ് എ പേഴ്സൺ ആൻഡ് ആർട്ടിസ്റ്റ്. യെസ്, ഓഫ് കോഴ്സ്. ലക്ഷ്മി അമ്മ. അതന്നെ. ഇപ്പോഴത്തെ ഹീറോയിൻസ് കാണുമ്പോ ഉർവശി. അയ്യോ, ഉർവശിയൊക്കെ ആർട്ടിസ്റ്റ് ഞാൻ കാണാറില്ല, അവളൊക്കെ എൻ്റെ സിസ്റ്റേഴ്സ് അല്ലേ. മഞ്ജു വാര്യർ. അതെ, മഞ്ജു വാര്യർ ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക്. അവർ അഭിനയം നടത്തിയപ്പോൾ ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. ചേച്ചിക്ക് തന്നെ അങ്ങനെ തോന്നിയില്ലേ? തോന്നി. ഫുൾ കേരളം അങ്ങനെ. ബ്യൂട്ടിഫുൾ ആയിരുന്നു, ബ്യൂട്ടിഫുൾ ആയിരുന്നു അവള്. നവ്യ നായർ. നവ്യ നായരിനെ ഞാൻ ഒറ്റ പടേ കണ്ടിട്ടുള്ളൂ, നന്ദനം എന്ന് പറഞ്ഞ പടം. അപ്പം എൻ്റെ ആയിരുന്നു മൗത്ത് ടോക്ക് എല്ലാവരുടെ അടുത്തും, നന്ദനം കാണണം, നന്ദനം കാണണം, നന്ദനം ഇസ് എ വെരി ഗുഡ് മൂവി. റിലീസിന് മുമ്പ് രഞ്ജിത്ത് ഇട്ടപ്പോൾ. ഇപ്പൊ ചേച്ചി ഒരു ആദ്യം വന്നപ്പോ ചേച്ചി കുറേ സീനിയർ ആർട്ടിസ്റ്റിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും ആ സമയത്ത്. ഇപ്പൊ നോക്കുമ്പോ നമ്മളൊരു സീനിയർ ആർട്ടിസ്റ്റ് ആയി. അല്ല, എനിക്ക് അങ്ങനെ തോന്നാറില്ല. അവരുടെ കൂടി തന്നെ ഇതായി പോയാൽ ശരിയാവും, കുഴപ്പമില്ലല്ലോ. നമ്മളിങ്ങനെ ഒരു ബന്ധയില് മസിൽ പിടിച്ചിരിക്കുമ്പോഴാണ് നമുക്കൊരു പോസ് തോന്നുന്നത്. അങ്ങനെ അതിന്റെ ആവശ്യമില്ല, അവരുടെ കൂടെ തന്നെ ജോയിൻ ചെയ്താലുണ്ടല്ലോ, ഒരു പ്രശ്നവുമില്ല. ഹായ് ബൈ. ഇപ്പൊ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതാണോ അധികം താല്പര്യം ഇപ്പൊ കാണിക്കുന്നത്? അല്ല, സിനിമയിൽ ആരും വിളിക്കുന്നില്ല, അഭിനയിക്കുന്നില്ല. സീരിയൽ വിളിക്കുന്നു, അഭിനയിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ അഭിനയം നമ്മൾ എവിടെ പോയാലും ഒന്നാണ്. ഇത് ബിഗ് സ്ക്രീൻ ഓർ സ്മോൾ സ്ക്രീൻ എന്നുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. അഭിനയിക്കാൻ എവിടെ വിളിച്ചോ പോകുന്നു, നമ്മൾ അഭിനയിക്കാൻ ഇറങ്ങിയ സ്ഥിതിക്ക്. അതെ അതെ. ഇപ്പോൾ സീമ ചേച്ചി അഭിനയിക്കുന്ന സമയത്തൊക്കെ കുറേ മലയാള സിനിമ തന്നെ ഒരുപാട് ആർട്ട് ഫിലിം മാതിരിയോ ഒരു അത്രയ്ക്കധികം ഒരു കമേഴ്ഷ്യൽ ഫ്ലേവർ ഇല്ലാത്ത പടങ്ങളായിരുന്നില്ലേ? അല്ല, കമേഴ്ഷ്യൽ ആയിരുന്നു. വളരെ കുറച്ചാണ് ആർട്ട് ഫിലിം ആയിട്ടുണ്ടായിരുന്നത്. ലൈക്ക് ആറൂഢം, അങ്ങനെ കുറച്ച് പടങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അഭിനയിച്ച ഒരു ഇത് കുറച്ച് പടങ്ങൾ. ഒരുപാട് കമേഴ്ഷ്യൽ ആയിരുന്നു. ഒരുപാട് കമേഴ്ഷ്യൽ ആയിരുന്നു. അതായത് കല്യാണത്തിന് മുമ്പ് 4-5 സോങ് ചെയ്യും, 10 സീൻ ഉണ്ടാവും. എല്ലാവർക്കും ഡേറ്റ് കൊടുക്കുന്ന ഒരു 15 ദിവസം അല്ലെങ്കിൽ 10 ദിവസം അല്ലെങ്കിൽ 7 ദിവസം. 7 ദിവസത്തിൽ ചാകര എന്ന് പറഞ്ഞ പടം തീർത്തിട്ടുണ്ട്. 7 days. അത് ഹീറോയിൻ
മൂന്ന് സോങ് ഉണ്ട്. ഹീറോയിനാണ് ജയേട്ടനും ഞാനുമാണ്. 7 ദിവസത്തിൽ ആ പടം തീർത്തിട്ടുണ്ട്. അങ്ങനെയാണ്. അതായത് 3 years കണ്ടിന്യൂഷൻ 25 പടം ചെയ്ത ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. കണ്ടിന്യൂസ് ആയിട്ട് 3 years. അപ്പൊ അധികം കമേഴ്ഷ്യലാണ് ചെയ്തത് എന്നുള്ള സ്ഥിതിക്ക്, പക്ഷെ ആർട്ട് ഫിലിംസും ചെയ്തിട്ടുണ്ട്. ആർട്ട് ഫിലിംസ് അത്രയൊന്നും ചെയ്തിട്ടില്ല, അത് ഞാൻ സമ്മതിക്കില്ല. അപ്പോൾ 340 പടം എന്താ ചെയ്തിട്ടുണ്ട്. അതിൽ ആർട്ട് ഫിലിം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലല്ലോ. ആ പടം 1-2 പടമല്ലേ ഉള്ളൂ. അല്ല, ചില പടങ്ങളൊക്കെ കാണുമ്പോൾ അത്രയ്ക്ക് കമേഴ്ഷ്യൽ അല്ലാത്ത പടങ്ങൾ ലൈക്ക് അനുബന്ധമൊക്കെ, ഇറ്റ് ഇസ് നോട്ട് എ കമേഴ്ഷ്യൽ ഫിലിം. അത് അത്രയും ആർട്ടും അല്ലല്ലോ, ആർട്ട് ഫിലിം അല്ല, ഇറ്റ്സ് എ ഫാമിലി മൂവി. ആക്ഷൻ ഓറിയന്റഡ് അല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു ഗ്ലാമറസ് സോങ്സോ. വാസു സാറിന്റെ പടം സ്ക്രിപ്റ്റ് ചെയ്ത ഒരു ആർട്ടിസ്റ്റ്, ഏറ്റവും കൂടുതൽ ആർട്ടിസ്റ്റ് ഞാനാണ്. അത് എനിക്ക് ഒരു ക്രെഡിറ്റ് ഉണ്ട്. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള ഒരു ട്രെൻഡ് മാറിയില്ലേ? ഒരുപാട് പാട്ടുകൾ വരുന്നു, തമിഴ് സോങ്സ് മാതിരി, തെലുഗു സോങ്സ് മാതിരി മലയാളത്തിലും ചെയ്യുന്നുണ്ട് എന്ന് നോക്കുമ്പോൾ ആ ഒരു ചേഞ്ച് ഓവർ എങ്ങനെയാണ്? അല്ലാതെ ചില തമിഴ് പടങ്ങൾ അവിടെ നന്നായിട്ട് ഓടുന്നുണ്ട്, അവിടെ. ഇപ്പം വിജയിന്റെ പടങ്ങളൊക്കെ നല്ലോണം ഓടുന്നുണ്ട്. അപ്പം ആ സ്റ്റൈലിൽ തന്നെ എടുത്താൽ എന്താന്നുള്ള ഒരു തോന്നലായിരിക്കും. അല്ലാതെ ഇപ്പോൾ ഞാൻ മൂവി ചെയ്യാറില്ലല്ലോ, അതുകൊണ്ട് അറിയില്ലായിരിക്കും. ചെയ്യാന്ന് വെച്ചാൽ 2 years ആയി ഞാൻ ചെയ്തിട്ട്, 2-3 years ആയി. അപ്പം അതുകൊണ്ടായിരിക്കും. അല്ലാതെ നിങ്ങൾ ഡീപ്പായിട്ട് അങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ കുഴയും. ഇപ്പോൾ ഉള്ള ലേഡി ആർട്ടിസ്റ്റിൽ സീമ ചേച്ചിക്ക് തോന്നുന്നത് ആരാണ് ഒരു നല്ല ആർട്ടിസ്റ്റാണ് നമ്മളെ മാതിരി? ആ സമയത്ത് ഒരു ബ്യൂട്ടിഫുൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് എന്തറിയോ, ഇപ്പം വരുന്ന കുട്ടികളൊക്കെ കൊച്ചു കുട്ടികളാണ്. അപ്പം എല്ലാവരും എനിക്ക് അനുവിനെ കാണുന്ന ഫീലിംഗ് ആണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ആ കുട്ടികളെ പറയാൻ എനിക്ക് യാതൊരു ഇതുമില്ല. വെച്ചാൽ എല്ലാവരും കാണുമ്പോൾ അനുവിൻ്റെ പ്രായമൊക്കെയാണ്. അപ്പം അവര് നമ്മൾ അങ്ങനെ കുട്ടികളല്ലേ, കൊച്ചു കുട്ടികളല്ല, വരണം, അവരൊക്കെ വരണം, എൻകറേജ് ചെയ്യണം. അല്ലാതെ പാവങ്ങള് കുട്ടികളല്ല. ഒരു കോമ്പറ്റേറ്റീവ് ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? അപ്പോഴൊക്കെ ലക്ഷ്മി അമ്മയും ശ്രീവിദ്യ ചേച്ചിയും സീമ ചേച്ചിയും, യു ഓൾ ഹാഡ് ജയഭാരതി ചേച്ചിയും, ലൈക്ക് യുനോ ഭയങ്കര കോമ്പറ്റേറ്റീവ് ആർട്ടിസ്റ്റ് ആയിരുന്നേ. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ അപ്പോഴും അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു എന്നുള്ള പറയാൻ ഒക്കില്ല. ബിക്കോസ് മലയാളം ചെയ്തതുകൊണ്ടായിരിക്കും എല്ലാവരും ഒരു ഫാമിലി ആയിട്ടാണ് ഒരു ഫീൽ ചെയ്തത്. എപ്പോഴും അറിയാലോ, വർക്ക് ചെയ്തിട്ടില്ല, എല്ലാം നമ്മൾ എത്ര പടം എല്ലാം ഫാമിലി ആയിട്ടാണ് ഇരുന്ന് അവിടെ ചാപ്പാട് കഴിച്ച് അവിടെ കിടന്ന് ആരും മസിൽ പിടിച്ച് ആരും ഇങ്ങനെ പോസും കൊടുത്ത് ഇരിക്കൂല. മേ ബി അതൊക്കെ ആയിരിക്കാം, കോമ്പറ്റീഷനായിട്ട് എടുക്കാൻ പറ്റൂല. ഇപ്പം ഞാൻ തന്നെ ശശിയുടെ പടം ചെയ്യുമ്പം ഞാനുണ്ടാവും, ഊർവശി ഉണ്ടാവും, നളിനി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. ഇത് ആരെങ്കിലും ഒരാൾ മസിൽ പിടിച്ചാലും കുഴപ്പമാണ്. ശരിയാണ്. അപ്പൊ ഈ വൈകുന്നേരം ആയാലുണ്ടല്ലോ, അറിയില്ല, മമ്മൂട്ടിന്റെ വൈഫ് ഞങ്ങൾ എല്ലാവരും എൻ്റെ മുറി കയറിയിരുന്ന 10 പേരും ഒരു കളി കളിക്കും, ബൊക്കയാറോന്നും പറഞ്ഞൊരു കളി കളിക്കും. ഇങ്ങനെയൊക്കെയാണ്, ജോളിയായിരുന്നു. അല്ലാതെ ഇതിൽ ആരും മസിൽ പിടിച്ചിട്ട് കയറിയ കാര്യമൊന്നുമില്ല. അപ്പൊ അതിനോണ്ട് ഞാൻ അത് കോമ്പറ്റീഷൻ ആയിരുന്നു എന്ന് എനിക്ക് പറയാൻ ഒക്കില്ല. ഇറ്റ്സ് മൈ എക്സ്പീരിയൻസ്. ഫ്രം യുവർ സൈഡ് അതൊരു കോമ്പറ്റീഷൻ മാതിരി എടുത്തിട്ടില്ല, ഞാൻ എടുക്കൂല. ഇവൻ അന്നും എടുക്കാറില്ല, ഇന്നും എടുക്കാറില്ല. എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടിരിക്കണം എപ്പോഴും. അതേമാതിരി ഒരു ഹീറോയിനായിട്ട് ഒരു പടത്തിൽ അഭിനയിക്കുമ്പോൾ തന്നെ ഒരു ക്യാരക്ടർ റോൾ ചെയ്യുക എന്ന് പറയുന്നത് മലയാളത്തിൽ മാത്രം കണ്ടിട്ടുള്ളതാണ് ഞാൻ. തമിഴിൽ കണ്ടിട്ടില്ല, തെലുഗുവിൽ കണ്ടിട്ടില്ല, ഹിന്ദിയിലും കൂടി അത്രയ്ക്ക് കണ്ടിട്ടില്ല. ഇപ്പൊ ചെയ്യുന്നുണ്ട് ചിലര്. അപ്പൊ അങ്ങനെ നോക്കുമ്പോ ആ ഒരു ധൈര്യം എങ്ങനെ വന്നു? ആർക്ക്? ചേച്ചിക്ക് കുറെ പ്രൊഡ്യൂസറും ഡയറക്ടറും അല്ലേ ചോദിക്കണ്ടേ? യെസ് പറയണത് അല്ല, അങ്ങനെയല്ല. ഹീറോയിനായിട്ട് മിക്കവാറും ചെയ്തത് ശശിയേട്ടന്റെ പടമാണ്. ഇറ്റ്സ് എ റെക്കോർഡ്. 55 പിക്ചേഴ്സ് ചെയ്തിട്ടുണ്ട് ഞാൻ, ഒരു ആർട്ടിസ്റ്റ് ഒരു ഡയറക്ടറിന്റെ താഴെ. അപ്പം അതൊരു ക്രെഡിറ്റ് അല്ലേ എനിക്ക്. ഹസ്ബൻഡ് ആയതുകൊണ്ട് ഹസ്ബൻഡ് വേറെ, നല്ലൊരു ഭാര്യയാണെന്നും പറഞ്ഞ് എല്ലാ പടത്തിലും പിടിച്ചിട്ടാല് പടം ഓടണ്ടേ, ആരെയും കാണണ്ടേ? അങ്ങനെ ബോണസ് എന്ന് വെച്ചാൽ നല്ല ആർട്ടിസ്റ്റും കൂടിയാണ്, അതുകൊണ്ടായിരിക്കും. അല്ലാതെ പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗേ വന്നിട്ടില്ല ഇത് ഹീറോയിൻ ഓറിയന്റൽ സബ്ജക്റ്റ് ആണെന്ന്. അങ്ങനെ ഒന്നും വന്നിട്ടില്ല. എന്നുവെച്ചാൽ അതൊരു മനസ്സിൽ അങ്ങനെ ഒരു ഇത് ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ആദ്യം സീമ ചേച്ചി ഒരു ഡാൻസിന്റെ ഇതിൽ നിന്നല്ലേ വന്നത്? അത് എത്രമാത്രം ചേച്ചിക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരുന്നു? ഹെൽപ്ഫുൾ ആയെന്ന് വെച്ചാൽ ഈ ഡാൻസിൽ ഉള്ളപ്പം തന്നെ ഞാൻ എല്ലാവരുമായിട്ടും ഇങ്ങനെ
ബ്ലിങ്ക് ചെയ്ത് എല്ലാവരായിട്ടും പെരുമാറും, ആരും ഒന്നും ഇതാവൂല ഞാൻ. അത് ഞാൻ ഹീറോയിൻ ആയപ്പം ഇനിയും എനിക്ക് തോന്നി, ബിക്കോസ് ആരും നമ്മൾ പുച്ഛിക്കാൻ പാടില്ല. എന്നും ആരും ഒരു പ്രൊഡക്ഷൻ ആയാലും ശരി, ഒരു മേക്കപ്പ് ആയാലും ശരി, ഒരു ലൈറ്റ്മാൻ ആയാലും ശരി, എല്ലാവരുടെ അടുത്തും വളരെ താന്ന് വേണം സംസാരിക്കാനും, വളരെ പെരുമാറാനെല്ലാം. ബിക്കോസ് നാളെ അവർ എങ്ങനെ വരും എന്നറിയില്ല. ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു ടച്ചപ്പ് മാൻ ആയിരുന്നു MA രത്നം, ഇന്ന് വലിയ പ്രൊഡ്യൂസറാണ്. അപ്പം ആ ഒരു രീതി വരെ ഈ ഒരു രീതി AM രത്നം അല്ലേ. സോ അങ്ങനെയാണ് ബേസ് അഭിനയത്തിന് എത്രമാത്രം ഹെൽപ്പ് ചെയ്തു. അല്ല, ഇതൊക്കെയാണ് എന്റെ ഹെൽപ്പ്. എനിക്ക് ഈ ഡാൻസിലുള്ളപ്പം സകലരായിട്ട് ഞാൻ ചിരിച്ച മുഖം അല്ലാതെ എപ്പോഴും ഇതായിട്ടോ അന്നും ബന്ധമൊന്നുമില്ല എനിക്ക്. അപ്പം ആ ഒരു ഫീലിങ് അത് എന്നെ ഹെൽപ്പ് ചെയ്തു, കൂടുതൽ ഹെൽപ്പ് ചെയ്തു. ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും, സെറ്റിൽ പോയാൽ കളിയാണ് എനിക്ക്. എല്ലാരും പറയും അയ്യോ ഇതെന്തോന്നത് വന്നപ്പാന്ന് പറയും. അങ്ങനെയായിരുന്നു, അല്ലാതെ അയ്യോ വന്നപ്പാ അങ്ങനെയല്ല. എപ്പോഴും ഒരു ചിരിച്ച ഒരു മുഖത്തോടെയാണ്. അത്രേ ഉള്ളൂ. നമ്മളെ ലൈഫ് വളരെ ഷോർട്ടാണ്, അത് നമ്മൾ നന്നായിരിക്കാൻ സ്ഥലം വിടുക. തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു ഡെസിഷൻ ഞാൻ തെറ്റായിട്ട് എടുത്തു, ഈ ഡെസിഷൻ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അല്ല, കമൽഹാസൻ ഒരു പ്രാവശ്യം ഒരു റൈറ്റപ്പ് ഉണ്ടായിരുന്നു. ഒരു വണ്ടിയിലെ ഒരു ട്രെയിനിൽ കയറുന്നു, എന്തൊക്കെയോ സ്റ്റേഷൻ വരുന്നു, എല്ലാം വരും, പക്ഷെ നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇറങ്ങുന്നുള്ളൂ അല്ലേ. അതുപോലെയാണ് എന്താന്ന് വെച്ചാല് അതായത് ലൈഫിൽ എന്തെന്ന് സംഭവിക്കണോ അത് ഇതൊക്കെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്ന സ്റ്റേഷനൊക്കെ പോയി ഏത് സ്റ്റേഷനെന്ന് പോലും നമ്മൾ മറന്നു പോകും. പക്ഷേ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്തിന് മുമ്പ് എന്താന്നുള്ളത് നോക്കണം, നോക്കിയേ പറ്റൂ. അത് നല്ലതാണെന്നാണ് എൻ്റെ വെച്ചാൽ, എന്നാലേ നമ്മൾ ഇറങ്ങേണ്ട സ്ഥലം നമുക്കറിയുള്ളൂ. ഭയങ്കര ഫിലോസോഫിക്കൽ ആണോ? ചുമ്മാ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ വരുന്നേ ഉള്ളൂ, അതിനെ കുറിച്ച് ആലോചിക്കാറൊന്നുമില്ല, തലപുണ്ണാവും. എപ്പോഴും ഇങ്ങനെ ചിരിച്ച് കളിച്ച് ഇരിക്കണതുകൊണ്ടായിരിക്കും അല്ലേ ഒരു യൂത്ത്ഫുൾ ആയിട്ട് തോന്നിക്കണം. അതെ, എനിക്ക് എപ്പോഴും ചിരിക്കണം, മൂടോട്ടോ അങ്ങനെ ഒന്നും ആവാൻ പാടില്ല, ഇഷ്ടമല്ല എനിക്ക്. ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറയാം. പെർഫോമൻസസ് കാണുമ്പോൾ സീമ ചേച്ചിയുടെ ഒരു ഇമോഷണൽ പെർഫോമൻസസ് ഭയങ്കര ഇന്റൻസിറ്റി എനിക്ക് തന്ന ഒരു കഴിവാന്ന് പറയാം. പിന്നെ ശശിയേട്ടൻ എൻ്റെ ഗുരു, എനിക്കൊരു ഭയങ്കര ഒരു ഇതാണ്. ചില ഷോട്ടിന് മുമ്പ് വരെ ഹെവി സീനാണ്, പ്രിപ്പയർ എന്തോന്ന് കളിച്ചോണ്ടിരിക്കുന്നതെന്ന് പറയും. പക്ഷെ ഷോർട്ട് ആകുമ്പോൾ ഞാൻ അങ്ങനെ അവർ പറഞ്ഞ് ഞാൻ അഭിനയിക്കുന്നത്, അത് ദൈവത്തിന്റെ ഒരു കഴിവാണ്. പിന്നെയും ഇനിയൊരു ജന്മം എടുക്കുമ്പോൾ ഈ സീമ ചേച്ചിയായിട്ട് തന്നെ ഇതേ പ്രൊഫഷൻ തന്നെ എടുക്കുമോ? ജന്മമേ വേണ്ട എന്നാണ് എൻ്റെ പ്രാർത്ഥന. മതി മതി, ഈ ജന്മം മതി, ഇതിലിരുന്നതൊക്കെ ജീവിച്ചതൊക്കെ മതി, ജന്മം വേണ്ട. അടുത്ത ജന്മത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് വേണ്ട, മതി. വളരെ നന്ദി ഈ സ്നേഹപൂർവ്വം പ്രോഗ്രാമിൽ വന്നതിന്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.